എന്റെ അമ്മേ. അപ്പോ ഇവനിത് എവിടെ പോയി? നീ തനി ശ്രീകൃഷ്ണനാ വീരേന്ദ്ര. രണ്ടനല്ലേ എന്റെ പൊന്നമ്മായി. ഈ വല്യമ്മാമ പോലും അവിടെ ചെന്നാ നിമിഷം കൃഷ്ണനാവൂലേ? അപ്പോ അയ്യോ അപ്പോ ഏതപ്പു? ഏതപ്പുവാടേ? എനിക്ക് ഓർമ്മയുണ്ടോ എന്ന് നിനക്ക് അറിഞ്ഞുകൂടാ. തിരുവട്ടാറിലെ പെണ്ണുങ്ങളെ പുറകെ നടക്കുന്ന ആ വായി നോക്കി അപ്പു ഓർമ്മയില്ലേ? ഓ അപ്പു. എന്റെ കൂടെ ഡൽഹിയിൽ ഉണ്ടായിരുന്നതാ. അവൻ എന്ത് പറ്റിയടേ? അവന്റെ അച്ഛൻ ചത്തു. ഒരു റീത്തെങ്കിലും വെക്കാൻ ഏർപ്പാടുണ്ടാക്കണം. ഒന്ന് വേടാ. എന്താ കാര്യം? പത്മിനി തമ്പുരാട്ടി വന്നു. അച്ഛനല്ല, അമ്മ. വീരേന്ദ്രന്റെ അമ്മ. മകനെ ഒന്ന് കൺകുളിർക്ക കാണാനായി കണ്ണിൽ എണ്ണ ഒഴിച്ച് ആ വണ്ണമുള്ള അമ്മ വന്നിരിക്കുന്നത്. അതുകൊണ്ടാ ഞാനുണ്ട്. വിശേഷങ്ങളൊക്കെ വീരേന്ദ്രൻ പറഞ്ഞു. വാദം വന്ന് കിടപ്പിലായതോ അപ്പോഴേ അറിഞ്ഞ്. വാദോ? വീരേന്ദ്രൻ പറഞ്ഞു വലിയ സംസാരപ്രിയനാ. അതിശയം തന്നെ. അമ്മയെന്ന് വിളിക്കാൻ കൂടി പിശുക്ക് കാട്ടുന്നവനാ. ഇവിടെ വന്നപ്പോ സംസാരപ്രിയനാണെന്ന് വല്യമ്മാമ തന്നെ പട്ടം കൊടുത്തല്ലോ. അവൻ ബഹു മിടുക്കനാ. അത് തൈനസായി അവൻ വന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു. പത്മിനി, അവനെ കണ്ടില്ലേ? ഇല്ല, ഇവിടെ മുഴുവൻ തിരക്കി. ചോദിക്കുമ്പോ മറുപടി പറയാൻ തന്നെ പലർക്കും വിഷമം. അകത്തേക്ക് കയറിയിരുന്നോളൂ, അവനെ ഞാൻ കൂട്ടിക്കൊണ്ടുവരാം. ആ, അവൻ ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നാണ്, പെട്ടെന്ന് കാണാതെ. വീരേന്ദ്ര, പൊങ്ങി നോക്കണ്ട, ആരെങ്കിലും കാണൂ. ഈ അജ്ഞാതവാസം അവസാനിച്ചു എന്ന് സന്തോഷിച്ചതാ. അപ്പതെ കെട്ടിയെടുത്തിരിക്കുന്ന ഒരു തള്ളയെ ഇനി തന്തെങ്ങാനും വരുവോ? വരുന്നു തോന്നല്ല. കേട്ടോടത്തോളം അവനൊരു തന്തയില്ലാത്തവനാ. വീരേന്ദ്ര, 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 വീരേന്ദ്രൻ തമ്പുരാനെ, തമ്പുരാനെ, വീരേന്ദ്രൻ തമ്പുരാനെ, വീരേന്ദ്ര, വീരേന്ദ്ര, തമ്പുരാനെ, വീരേന്ദ്ര, വീരേന്ദ്ര. തമ്പുരാന്റെ ഓരോ വികൃതികള്. മടിയേ, ആ തള്ള ഇവിടെ നിന്ന് ഓടിക്കാതെ നിവൃത്തിയില്ല. നീ പോയി എന്തെങ്കിലും ഒന്ന് ചെയ്യേ. ഞാനൊന്ന് വരട്ടിയാലോ? ഒരു ഉഗ്രം വരട്ടിയാ അവര് വന്ന വഴി ഓടും. എങ്കി വേഗം പോയി ഓടിക്കടാ. വരണു. ആരാ അത്? അറിയില്ലേ? സ്നേഹിതനാ, വീരേന്ദ്രന്റെ. നീയാണോ 6-7 കൊല്ലമായിട്ട് അവനെ വിടാതെ പിടിച്ചിരിക്കുന്ന സ്നേഹിതൻ? 6-7 ഞങ്ങളുടെ ബന്ധത്തോടെ ഒരു വർഷം 10-16 ഇത്ര ഒച്ചയെ വരട്ടെന്താന്ന് അവനോട് പറയായിരുന്നു. ഇവിടെ വന്നിട്ട് നീ അവനെ വിടില്ല അല്ലേ? നിന്നെ വന്നോട്ടെ. കണ്ടേ. എന്താ കുട്ടി ഇത്? നിന്റെ ഒളിച്ചുകളിൽ കുസൃതിയൊന്നും നിന്നെ വിട്ട് പോയില്ലേ? എന്തു വേണം? എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് പോകുന്നത്? അത് ചോദിക്കാൻ നീ ആരാ? ശരിയാ, സമ്മതിച്ചു, ഞാൻ ആരുമല്ല. പക്ഷെ എനിക്ക് നിങ്ങളെ വിടാൻ പറ്റില്ലല്ലോ. എടാ നീ മിണ്ടി പോരുത്. അമ്മയാണ് പോലെ അമ്മ. സ്വന്തം മകനെ കാണാൻ ഇറങ്ങിയിരിക്കുന്ന ഒരു അമ്മ പ്രസവിച്ചതുകൊണ്ട് മാത്രം ഒരു അമ്മ അമ്മയാകുന്നില്ല. സ്വന്തം മകന് നിങ്ങൾ ഒരു ഇറ്റ് സ്നേഹം കൊടുത്തിട്ടുണ്ടോ? സ്നേഹപൂർവ്വം അവനെ മോനെ ഒന്ന് വിളിച്ചിട്ടുണ്ടോ? പിന്നെ എങ്ങനെ മകൻ പോക്കരിയാവാതിരിക്കും? തെരുവുകൾ അടക്കി പിടിക്കുന്ന ഗുണ്ടയാവാതിരിക്കും? ഇന്ത്യയിൽ മാത്രമല്ല, ചിലപ്പോ അവൻ ലണ്ടനിൽ പോലും വൃത്തിയോട് കാണിച്ചു വരും. ഇതിനൊക്കെ സമാധാനം പറയേണ്ടത് നിങ്ങളാ. നിങ്ങൾ ഒറ്റൊരുത്തിയ. നിങ്ങളൊരു അമ്മയല്ല, ദുഷ്ടയാണ്, ദുഷ്ട. ലോകത്ത് ഒരു സ്ത്രീയും സ്വന്തം മകനോട് ഇത്ര ക്രൂരത കാണിക്കരുത്. അതിന് നിങ്ങളൊരു സ്ത്രീയല്ലല്ലോ, പിശാചാണ്, തനി പിശാച്. ഇതൊക്കെ പറയാൻ മാത്രം ആരാ ഇവൻ? അങ്ങനെ പറയരുത് പത്മിനി. എത്രയായാലും സ്വന്തം മോനല്ലേ. മകനോ? ഇല്ല, ഇവരെന്റെ അമ്മയല്ല, ഞാൻ ഇവരുടെ മകനുമല്ല. വീരേന്ദ്ര, മതി. വീരേന്ദ്രനോ? ഇവൻ ഇവൻ വല്യമാമി, ഇവൻ മതി. നീയൊക്കെ പിന്നെ പറയാം. അകത്തേക്ക് കൊണ്ടുപോയിക്കോളൂ. അങ്ങോട്ട് പോവുക. ഇതിൽ ഭേദം അവളെ അങ്ങ് കൊല്ലാമായിരുന്നില്ലേ? അളിയാ, കളിക്ക്. നിങ്ങളെന്ന് പറഞ്ഞില്ലേ ഒരു സ്നേഹിതന്റെ കാര്യം? ഇരുവട്ടാറിലെ ഒരു അപ്പു. ആ അപ്പു ആളെങ്ങനാ?
എന്തേ? അല്ല, ഒരു വായ നോക്കിയായിരുന്നു ഞാൻ പറഞ്ഞേ, അതുകൊണ്ട് ചോദിച്ചതാ. അതും വെറുതെ പറഞ്ഞതാ. അപ്പുന്റെ അത്രയും സൽസ്വഭാവിയും നല്ലവനുമായ ഒരുത്തനെ കാണാൻ തന്നെ കിട്ടില്ലേ? ആ, എന്നാ എനിക്കും അങ്ങനെ തോന്നി. എന്തേ അപ്പൊ അങ്ങനെ ചോദിക്കാൻ? അല്ല, അപ്പു ഇവിടെ വന്നിട്ടുണ്ടേ. അപ്പു വീരേന്ദ്രനെ കാണുന്നു, സ്നേഹിതനാണെന്നും പറഞ്ഞ എന്റെ അടുത്ത നിമിഷം ഞാൻ ഇയാളുടെ ചോദിച്ചു, അപ്പു അല്ലേന്ന്. അപ്പോ ഇയാളുടെ മുഖത്തുണ്ടായൊരു ഭാവപ്പേർച്ച, ഓ അവർണ്ണനീയം തന്നെ. आप एक पल के अंदर मुझे पहचान लिया? अरे वाह, मैं आपको अभिनंदन करता हूँ. ശുക്രിയ ശുക്രിയ. അപ്പൊ നിങ്ങൾ സംസാരിച്ചിട്ട് അത് ജാത്തെ ഹോ. बैठो. അല്ല അത് अरे आप दोनों बैठिए ना. आप कैसे हैं? यहाँ की खाने पीने के इंतजाम ठीक तो है ना? അച്ഛാ. അച്ഛാ അച്ഛാ. ये सब छोड़ो ना, आपका नाम कहिए. नाम नाम बताओ. വീരേന്ദ്രൻ. बैठिए ना. साले, ये वीरेंद्र को पहले कभी तू देखा है? ആ, ഈ വീരേന്ദ്രന്റെ മുമ്പ് എപ്പോഴെങ്കിലും നീ കണ്ടിട്ടുണ്ടോ? അല്ല, ഞാൻ- ഇനി എന്നെ പറ്റി ഞാൻ പറയാം. എന്റെ പേര് അപ്പു, തിരുവട്ടാറിലെ ഒരു കൃഷിക്കാരൻ. ഇവിടെ തമ്പുരാട്ടിയാക്കാൻ കൊണ്ടുവന്നിട്ടുള്ള ഒരു പെൺകുട്ടിയെ, അവൾ എന്റെ പെണ്ണ. അവളെ തിരികെ കൊണ്ടുപോകാൻ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇത്രയൊക്കെ പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലായില്ലേ? ആരെ ബേക്കോ വീരേന്ദ്ര മേഹവും. നിക്ക്, പേടിക്കണ്ട. ഞാൻ നിന്നെ ഉപദ്രവിക്കാനല്ല വന്നത്, മറിച്ച് സഹായിക്കാനാ. നീ ഞാനായിട്ടല്ല, എന്റെ അച്ഛനായിട്ട് വന്നാൽ പോലും എനിക്കൊരു പ്രശ്നമില്ല. എന്റെ അമ്മ പോലും നിന്നെ അംഗീകരിച്ചില്ല. ഇനി ഞാനായിട്ട് എന്തിനാ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത്? ഈ കൊട്ടാരവും സ്വത്തുക്കളും എന്തിന്? എന്റെ അമ്മയെ പോലും പണ്ടേ ഞാൻ ഉപേക്ഷിച്ച. പക്ഷേ എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റാത്ത ഒന്നുണ്ട് ഈ കൊട്ടാരത്തിൽ. അതിനു വേണ്ടിയിട്ടാണ് ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. ഇവിടെ രഹസ്യമായി സൂക്ഷിച്ചിരിക്കുന്ന കിരീടം. കിരീടോ? അതെ. എന്താ, അതും നിനക്ക് വേണമെന്നുണ്ടോ? ഏയ്, എനിക്ക് വേണ്ട. ഞാനൊരു തൊപ്പി പോലും തലയെ വെക്കാറില്ല, പിന്നെന്തിനാ കിരീടം? പക്ഷേ എനിക്കത് തലയിൽ ചൂടി കുറച്ചു ദിവസം കഴിയണം. ആ കിരീടത്തിന് ഞാൻ അവകാശമായിരിക്കാൻ വേണ്ടിയാ എന്റെ അച്ഛനെ അവർ കുത്തി നുറുക്കിയത്, എന്നെ എന്റെ അമ്മയോട് നാട്ടി പായിച്ചത്. ഇപ്പോ അതിനൊരു അവകാശം ഉണ്ടാവാൻ പോവാ. അതിനു മുമ്പ് എനിക്കത് കിട്ടണം. അതും കൊണ്ടേ ഞാൻ ഇവിടെ പോകും. കൊണ്ടുപോയിക്കോളൂ. അത് മാത്രമല്ല, വേറെ എന്ത് വേണമെങ്കിൽ എടുത്തോ. എനിക്ക് ഒരു വിരോധമില്ല. ഇത്രയും ബുദ്ധിമുട്ടി ഞാനിവിടെ വന്ന് നിന്റെ അനുവാദത്തിനല്ല. ആ കിരീടം എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നതെന്ന് മഹാരാജാവിന് മാത്രമേ അറിയൂ. അതെവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ ഇപ്പൊ നീ വിചാരിച്ചാൽ സാധിക്കും. നിനക്ക് മാത്രം ഇപ്പൊ അതിന് കഴിയും. ഈശ്വര, അടുത്ത കുരിശു എത്തിയല്ലോ. എന്താ, നിനക്ക് ബുദ്ധിമുട്ടാണോ? അതെ, അല്പം ബുദ്ധിമുട്ടാ. എടുത്തു ചാടി ഒന്നും പറയില്ലേ അപ്പു. നീ ഇത്രയും കാലം ബുദ്ധിമുട്ടിയത് നിന്റെ മായയ്ക്ക് വേണ്ടിയല്ലേ? അതുപോലെ ഞാൻ ഇക്കാലത്രയും കാത്തിരുന്നത് ആ കിരീടത്തിന് വേണ്ടിയാ. നീ എന്നെ സഹായിച്ച ഞാൻ നിന്നെ സഹായിക്കും. നിന്റെ മായയെ ഭദ്രമായിട്ട് ഞാൻ നിന്നെ തന്നെ ഏൽപ്പിക്കും. അല്ലെങ്കിൽ നീ ആരാണെന്ന് തെളിയിക്കാൻ എനിക്കൊരു നിമിഷം പോലും വേണ്ട. പിന്നെ ഇവിടെയുള്ള എല്ലാവരും ചേർന്ന് നിന്റെ അസ്ഥികൾ ഓരോന്നായി നുറുക്കും. പിന്നെ ജയിലിൽ കിടന്ന് വർഷങ്ങളോളം കിട്ടുന്ന തല്ല് വേറെ. അതിനെല്ലാം പുറമെ ജീവിതത്തിൽ ഒരിക്കൽ പോലും നീ നിന്റെ മായയെ കാണുകയില്ല. ഇത് വീരേന്ദ്രനാ പറയുന്നത്. ഞാൻ ആരാണെന്ന് നിന്നെ ഇനി പ്രത്യേകം പറഞ്ഞ് ബോധ്യപ്പെടുത്തണ്ടല്ലോ. എന്താടാ? വെള്ളം. പാനി. ഇറങ്ങ ഇറങ്ങ വേഗം ഇറങ്ങ. പെട്ടികളെല്ലാം എടുത്തോ. അയ്യോ, എന്താടാ? പൂർത്തിയായി. ഇവറ്റകളുടെ ഒരു കുറവ് കൂടി ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഒരു കാര്യം ചെയ്താലോ? നമുക്ക് ദാ എന്താ? തമ്പുരാട്ടി എവിടെ പോയി? ചോദിച്ചു കേട്ടില്ലേ, തമ്പുരാട്ടി എവിടെയെന്ന്? തമ്പുരാട്ടിയോ? അമ്മയെ ഞാൻ തമ്പുരാട്ടിന്ന് വിളിക്കും. കുഞ്ഞുനാളിലെ ഉള്ള ശീല. അമ്മ എന്തേ? മായയുടെ അടുത്തേക്ക് പോണത് കണ്ടു. ആ എല്ലാരും എത്തിയല്ലോ. വരൂ വരൂ, അകത്തേക്ക് കയറിയിരിക്കാം. മായ തമ്പുരാട്ടി ഇപ്പൊ വരും. മായ എവിടെ പോയി? പത്മിനി തമ്പുരാട്ടിയുടെ കൂടെ പോയിരിക്കുക. നീ എന്തിനാ കുറ്റിയടിച്ചു പോലെ നിൽക്കണേ? എന്നെ കുറ്റിയടിച്ചോട് നിർത്തിയിരിക്കുക വീരേന്ദ്രൻ തമ്പുരാൻ. രാവും പകലും മായ തമ്പുരാട്ടിക്ക് കാവൽ നിന്നില്ലെങ്കിൽ കൊന്നളയുന്ന വീരേന്ദ്രൻ തമ്പുരാൻ പറഞ്ഞിരിക്കുന്നത്. ആരാ ഇത് ഈ വീരേന്ദ്രൻ തമ്പുരാൻ? പത്മിനി തമ്പുരാട്ടിയുടെ മകൻ. ആരാ ഈ പപ്പിനി തമ്പുരാട്ടി? വീരേന്ദ്രൻ തമ്പുരാന്റെ അമ്മ. എടാ കഴുതേ, ഈ പത്മിനി തമ്പുരാട്ടിയും വീരേന്ദ്രനൊക്കെ ആരാന്നാ ചോദിച്ചേ? അയ്യോ, അതറിയില്ലേ? അവരമ്മയും മകനുമാ.
അത് ഈ നാട്ടിലുള്ള സകല കഴുതകൾക്കും അറിയാം നമ്മക്കറിയില്ലല്ലേ. നിന്നുണ്ടല്ലോ ഈ പടിയേറ്റൊന്നോട്ട് കഴിഞ്ഞോട്ടെ എന്റെ ചവിട്ടേറ്റ് നീ ചാവും. അതിനു മുമ്പ് ഇടിവെട്ടായിട്ട് ചാവാതെ നോക്കിക്കോ, എന്റെ അത് കരുതാവാ. കരിദേഹം എന്ന് പറയുന്ന ആവും ശരി. ആലീൻ ഇങ്ങോട്ട് വരൂ. ഇവനോടൊക്കെ സംസാരിച്ച് നാവിന് വാദം പിടിപ്പിക്കുന്ന എന്തിനാ? അവള് വരട്ടെ, അവളോട് തന്നെ ചോദിക്കാം. നേരാ വാ. എല്ലാം ശരിയായിടാ, ഞാൻ മായ കണ്ടു. അവള് വരും. പുറകുവശത്തെ ഗേറ്റിനടുത്ത് മായ വരും. നീ അവിടെ കാത്തു നിൽക്കണം. ഞാൻ പുറത്തെ റോട്ടിൽ വണ്ടിയുമായി നിൽക്കാം. എന്താ നീ വേഗം പോയി വണ്ടി അറിയിച്ചി. പിന്നെ എന്റെ 2-3 ജോഡി ഡ്രസ് ഉണ്ട്, പുതിയതാ. നീ വരുമ്പോ അതും കൂടി എടുത്തേക്കണം. ഓ ഒന്ന് വേഗം പോടാ. അല്ല രാജാവെന്താ ഇങ്ങോട്ട്? വീരേന്ദ്ര എന്നെ വിട്ടേക്ക് പ്ലീസ്. ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടോട്ടെ. നീ രക്ഷപ്പെടുന്നതിൽ എനിക്ക് സന്തോഷമല്ലേ ഉള്ളൂ അപ്പു. താങ്ക്സ്. പക്ഷേ താക്കോൽ എവിടെ ഇരിക്കുന്നത് നിനക്കല്ലേ അറിയുള്ളൂ. ഓരോ വാതിലുകളും എങ്ങനെയാ തുറക്കുന്നത് നീയല്ലേ കണ്ടിട്ടുള്ളൂ. അപ്പൊ പിന്നെ നിന്റെ സഹായം കൂടാതെ ഞാൻ എങ്ങനെ കിരീടത്തിനടുത്തെത്തും? ഓ എടുത്തു പണ്ടാറം. എന്റെ ചക്കരക്കുട്ടനല്ലേ, പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ എന്റെ കൂടെ വാ. വാടാ.